പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കടന്നു വരുവാൻ ഉണ്ടാവുന്ന സാവകാശത്തെ ഓർത്ത് നന്ദി തന്ന ഹൃദയത്തോടെ ദൈവത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ സാംശാനായ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് വീണ്ടും നമുക്ക് പരിശുദ്ധാത്മാവെന്ന നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്ന ധാരാളമായി പ്രിയദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? തൃത്വത്തെക്കുറിച്ചാണല്ലോ അല്ലെ? ഇത് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. നിങ്ങളുടെ നാമത്തിൽ അല്ലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. 28 നാം ചിന്തിച്ച അല്ലെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം എന്നുള്ള ചിന്തകളൊക്കെ നാം ചിന്തിക്കുവാനിടയായിട്ടുണ്ട്. തുല്യ പ്രാധാന്യമുള്ള, ഒരേ പ്രാധാന്യമുള്ള 3 വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ആളത്വങ്ങളുടെ ഒരു സമന്വയമാണ്, സാരാംശമാണ് ദൈവം എന്ന് നാം ചിന്തിക്കുവാനിടയായിട്ടുണ്ട്. ദൈവത്തിൽ തന്നെ, ദൈവമേകനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ആളത്വങ്ങൾ, അതാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന് നാം ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചിലരോട് പറഞ്ഞു ഉള്ളതുകൂടെ അങ്ങ് പോയെന്ന് പറഞ്ഞു. ഉള്ളതുകൂടെ മനസ്സിൽ നിന്ന് ഔട്ടായി പോയല്ലോ എന്ന് തോന്നുന്നു. ഔട്ടാകാനൊന്നുമില്ല. മനുഷ്യന്റെ ബുദ്ധിക്കോ ചിന്തകൾക്കോ അതീതമാണ് ദൈവം. നമ്മൾ എത്ര കണക്ക് കൂട്ടി പഠിച്ചാലും ദൈവവചനം നമ്മെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ വചനത്തിൽ കൂടെ മാത്രം നമ്മെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ വചനഭാഗങ്ങളിലുണ്ട്. അതേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആലോചനകളിൽ കൂടെ പ്രാപിക്കുവാൻ കഴിയും. അതല്ലാതെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ സിഗ്നലിൽ വന്നപ്പോൾ ഇങ്ങനെ ഹന്ന പറഞ്ഞു, നേരെ നോക്ക് ചന്ദ്രൻ, നമ്മുടെ നേരെ സിഗ്നൽ തൊട്ട് മേളിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുവാനായിട്ട്, ചന്ദ്രനെ സൂര്യനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കണ്ടത് 13 ലക്ഷം ഭൂമിയെ അടങ്ങുന്നതാണ് ഒരു സൂര്യൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 13 ലക്ഷം ഭൂമിയെ പൊള്ളിക്കാൻ പറ്റുന്നത്ര വലിപ്പം, വിസ്തീർണം ഒരു സൂര്യനുണ്ടെന്ന്. ഇനി ഭൂമിയെ അടുക്കടുക്കായി നിരത്തി വെച്ചാൽ, വൺ സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് നിരത്തി വെച്ചാൽ 109 ഭൂമിയെ വെക്കാൻ പറ്റും ഒരു സൂര്യനകത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചന്ദ്രന് അതുപോലെ വലിയ കാര്യം. ചന്ദ്രനെ സെർച്ച് ചെയ്തത് 10 ഭൂമി, 8 ഭൂമി അത്രേ ഉള്ളൂ. അപ്പൊ ചന്ദ്രനെ കുറച്ച് ചെറുതാണ് അല്ലേ? അപ്പോൾ ഇതാ ഇനി സൗരയൂഥങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സൗരയൂഥങ്ങളുണ്ട്. ഇതെല്ലാം വഹിക്കുന്ന ഒരു ദൈവം. ഇത് നോക്കിയ ദൈവത്തിന്റെ ആ കഴിവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ മഹത്വം, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം പ്രസിദ്ധമാണ്. അത്ര വലിയവനായ ഒരു ദൈവത്തെയാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പൊ ദൈവത്തെ കുറിച്ച് വചനം നമ്മളോട് സംസാരിക്കുന്നതിൽ നിന്ന് മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നത് മാത്രമേ നമുക്ക് ദൈവത്തെ പഠിക്കുവാൻ. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ കൊണ്ടോ, പ്ലാനുകൾ കൊണ്ടോ, പഠനം കൊണ്ടോ, അറിവ് കൊണ്ടോ ഇപ്പോഴും നമുക്ക് സൗരയൂഥങ്ങൾക്ക് അപ്പുറത്ത് എന്താണെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. എത്രയോ സൗരയൂഥങ്ങളുണ്ട്, എത്ര ഗാലക്സികൾ ഉണ്ടെന്ന് പഠിക്കുവാൻ മനുഷ്യൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ ഇപ്പോഴും ലിമിറ്റിലാണ്. ചൊവ്വയിലേക്ക് പോയി താമസിച്ച് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. താമസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ചൊവ്വയിലേക്ക്, അതിനുവേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയത്തില്ല. ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റത്തില്ലാത്ത ഒരു യാത്ര അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ട് അല്ലേ? ചന്ദ്രനിൽ ഇറങ്ങി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും മനസ്സിലാക്കിയില്ലെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യന്റെ കഴിവുകൾ പരിമിതങ്ങളാണ്. ദൈവത്തെ അറിയുക എന്നുള്ള കഴിവുകൾ പരിമിതങ്ങളാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് ചിലതൊക്കെ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം 3 ആളത്വങ്ങൾ, എന്നാൽ ഏക ദൈവം 3 ആളത്വങ്ങൾ, സാരാംശത്തിൽ ഏകത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബന്ധക്കോസിൽ പോലും പലരും വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവർ, ശക്തിയാണ്, ശക്തിയോടെ വെളിപ്പെടുന്നവനാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ ഒരു വ്യക്തിയാണോ? അവിടെയാണ് വിഷയം. പരിശുദ്ധാത്മാവിന് ഒരാളത്വമുണ്ടോ, ഒരു വ്യക്തിയാണോ, അതോ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന ഒരു ശക്തിയാണോ?
ശിംശോന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചടങ്ങുകൾ പോലെ ചിലത് അഴിഞ്ഞു മാറി ഫിലിസ്ത്യരെ കൊല്ലുവാൻ അവന് ബലം കർത്താവ് നൽകി അല്ലേ. ദാവീദിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി അല്ലേ. അങ്ങനെ അഭിഷിക്തന്മാരിൽ മേലത്തെ ദൈവശക്തി ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പഴയ നിയമഭാഗം നമുക്ക് കണ്ടിട്ടുണ്ട്. യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു ശക്തിയാണോ, എന്തിനോ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തി മാത്രമാണോ പരിശുദ്ധാത്മാവ്? എന്നാൽ വചനം പറയുന്നു അവൻ ഒരു ശക്തി മാത്രമല്ല, അവനൊരു വ്യക്തിയാണ്. ഈസ് എ പേഴ്സൺ. ആണത്വങ്ങളിൽ ദൈവത്തിന്റെ 3 ആണത്വങ്ങളിൽ ഒരു ആണത്വമാണ് പരിശുദ്ധാത്മാവ്. അവനൊരു വ്യക്തിയാണ്, ആണത്വമാണ് എന്ന് പഠിക്കുവാൻ ഇടയായി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല ഭാഗങ്ങളായി നമ്മൾ പല വേദഭാഗങ്ങളൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസം വരും. എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഭാഗം നമുക്ക് തുടങ്ങാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ കർത്താവ് ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. തന്റെ ശിഷ്യന്മാരെ അവരോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആരാധരായ നിങ്ങളെ കൈവിടുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് മടങ്ങിയാണ്. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നവൻ പോയതുപോലെ മടങ്ങി വരുമെന്നൊക്കെ ദൈവത്തിന്റെ ദൂതന്മാർ സംസാരിക്കുന്നുണ്ടെങ്കിലും 3.5 വർഷക്കാലം അവരോടുകൂടെ അല്ലെ ഓടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെ ചേർത്ത് ഹഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കണ്ണുനീരൊക്കുന്ന രീതിയിൽ, കരത്തിൽ പിടിക്കുന്ന രീതിയിൽ, കാല് കഴുകുന്ന രീതിയിൽ അവരോടുകൂടെ ആളത്വമായി നടന്ന യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, എനിക്ക് പകരം മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കാര്യസ്ഥൻ എന്നുള്ള പദം ഒരു ശക്തി എന്നുള്ള പദമല്ല എബ്രായ ബൈബിളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നത്. കാര്യസ്ഥൻ ഒരു വ്യക്തിയാണ്, ഒരാളത്വമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം 4 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ 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 എന്നുള്ള പദമാണ് കാണാൻ കഴിയുന്നത്. പുല്ലിംഗ സർവനാമത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും, ഒരു ശക്തിയാണ് നിങ്ങളോട് നടക്കുന്നത്, ഒരു പവറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല കർത്താവ് പറഞ്ഞ അവൻ എന്നുള്ള പദം ഒരു പുല്ലിംഗ സർവനാമം ആ വേദഭാഗങ്ങളിലെല്ലാം കർത്താവ് യൂസ് ചെയ്ത് കാണാൻ കഴിയും. കാര്യസ്ഥൻ എന്ന പദം, അവൻ എന്നുള്ള പദം എന്നൊക്കെ, മറ്റൊരു കാര്യസ്ഥൻ എന്നുള്ള പദം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, ആളത്വമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, കൂടെ നടക്കുന്ന ഒരു കാര്യസ്ഥൻ, കൂടെ ഇരിക്കുന്ന ഒരു കാര്യസ്ഥൻ. കൂടെ നടക്കുക, കൂടെ ഇരിക്കുക, യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സകലതും ഉപദേശിച്ച് തന്നുകൊണ്ടിരിക്കുക. പാപത്തെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കും, പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും അല്ലേ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കർത്താവ് പറഞ്ഞതിനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട്. യോഹന്നാൻ 14:26 അവിടെ പറയുന്ന ഭാഗത്ത് പാരക്ലീറ്റോസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാരക്ലീറ്റോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. പല ദാസന്മാരും കേട്ടിട്ടുണ്ട് പാരക്ലീറ്റോസ് എന്ന പദം. പാരക്ലീറ്റോസ് എന്ന പദത്തിന്റെ അർത്ഥം സഹായം ചെയ്യുന്ന ആളെന്നാണ്. സഹായം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സകലവും ഉപദേശിക്കുന്ന ഗുരു, വീണ്ടും ഓർമ്മപ്പെടുത്താൻ കഴിവുള്ള ആൾ എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. പാരക്ലീറ്റസ് എന്ന പദത്തിന്റെ അർത്ഥം, കരിസ്റ്റൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഓർമ്മപ്പെടുത്തുന്ന ആൾ, ഉപദേശിച്ചു തരുന്ന ആൾ, വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയായി, ആളത്വമായി നമ്മളോടൊപ്പം. അപ്പൊ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് അല്ലേ, ഞാൻ പോയ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് എന്നെ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുന്നില്ല, എന്നെ തൊടുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ തൊടാൻ പറ്റുകയില്ല, നിങ്ങളുടെ കാലുകൾ ഞാൻ കഴുകി തന്നതുപോലെ അവൻ കഴുകി തരികയില്ല. പക്ഷേ ഓർമ്മപ്പെടുത്തും, ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞതിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, പോകേണ്ടെന്ന വഴി കാണിച്ചുകൊണ്ടിരിക്കും, പാപം കണ്ടാൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, ന്യായവിധിയെ കുറിച്ച് പറയുന്നുകൊണ്ടിരിക്കും,
നീതിയെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ഒരാൾ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാപം കാണുമ്പോൾ മാറിപ്പോവുക, നീതിപരമായ കാര്യങ്ങൾ ചെയ്യുക, ഒരു ന്യായവിധി എന്നെന്ന് ഓർമ്മപ്പെടുത്തുക, വചനത്തിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക, നേർനിലത്തിൽ നടത്തുക. അതൊരു കാര്യസ്ഥനാണ്. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അന്യഭാഷയിൽ മാത്രം ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ശക്തി, അല്ലെ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തി മാത്രമല്ല പരിശുദ്ധാത്മാവ്. അവനൊരു ആളത്വമാണ്. അവൻ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പൊതുവെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, എന്നാലും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 16:7 വായിക്കാമോ? യോഹന്നാൻ ഞാൻ പോകാഞ്ഞാൽ, എവിടെയും കാണുന്നു ഞാൻ പോകാഞ്ഞാൽ. അപ്പൊ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ അടുത്ത് ചെല്ലാതെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ആളത്വമായി വെളിപ്പെടുകയില്ല. കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് പ്രാവെന്ന രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരും. തൃത്വ സമ്മേളനം നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. ഒരേ സമയത്ത് തന്നെ യേശു കർത്താവും പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പിതാവിന്റെ ശബ്ദവും, അതാണ് തൃത്വ സമ്മേളനം നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. സ്നാന സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആളത്വം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി ആ സമയത്ത് മാത്രമേ വന്നുള്ളൂ. ആളത്വപരമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നതുകൊണ്ട് നീ ഭാരപ്പെടുമെന്ന് വേണ്ട, ഞാൻ കുറച്ചുകൂടെ പ്രയോജനമാണ്. എന്താണെന്നറിയാമോ? കാര്യസ്ഥൻ നിങ്ങൾ. ഞാൻ പോയില്ലെങ്കിൽ ആരും വരത്തില്ല, പരിശുദ്ധാത്മാവ് വരും. ഞാൻ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ആളത്വപരമായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയില്ല. ഞാൻ പോകാഞ്ഞാൽ അവൻ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക്. ക്രിസ്തുവിനെ അയച്ചതാരാ? പിതാവായ ദൈവമാണ്. അല്ലേ? പിതാവായ ദൈവം തന്റെ സമത്വത്തിൽ ഇരുന്ന പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തെ സ്നേഹിച്ച് പാപത്തിന്റെ പരിഹാരാർത്ഥം ഭൂമിയിലേക്ക് നൽകുവാൻ ദൈവം അനുവദിച്ചു. അതുപോലെ പുത്രനായ ദൈവം പിതാവിന്റെ വലതുഭാഗത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ഓക്കെ, വായിച്ചാട്ടെ. 14:17 പരിശുദ്ധാത്മാവ് നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്തു. യോഹന്നാൻ 20:22 ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 20:22 നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. അപ്പൊ ശിഷ്യന്മാരുടെ മേൽ ഊതി എന്നിട്ട് പറയുക പരിശുദ്ധാത്മാവിനെ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു, യേശുവിനുണ്ടായിരുന്നു. അല്ലേ? അതുകൊണ്ടാണ് തത്വത്തിന് വളരെ പ്രാധാന്യമുള്ളത്. പിതാവായ ദൈവത്തിൽ പുത്രനിൽ വസിക്കുന്നു എന്ന് പുത്രൻ തന്നെ പറയുന്നുണ്ട്. അല്ലെ? ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ പിതാവിനെ അന്വേഷിക്കുന്നത്? അല്ലെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിൽ, അവൻ എന്നിലും വസിക്കുന്നു. അപ്പോൾ വസിക്കുവാൻ കഴിയുന്ന, ഒരേ സമയത്ത് വസിക്കുവാൻ കഴിയുന്ന, ഒരേ സമയത്ത് വ്യത്യസ്ത ആളത്വങ്ങളായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സാരാംശമാണ് ദൈവം. അത് മനുഷ്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഒരേ സമയത്ത് വസിക്കാൻ കഴിയുന്നു, ഒരേ സമയത്ത് വ്യത്യസ്ത ആളത്വങ്ങളായി പ്രവർത്തിക്കുവാൻ കഴിയുന്നു. കർത്താവ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ആളത്വം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ നമുക്ക് മനുഷ്യ ബുദ്ധിയെ ചിന്തിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരിലേക്ക് ഊന്നിയിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. എന്നാൽ ആളത്വപരമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുമില്ല. എന്നാൽ യേശു കർത്താവിൽ വസിക്കുന്ന ആത്മാവിനെ അവരുടെ മേൽ ഊതുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആളത്വപരമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിലാണ്. അപ്പോൾ വസിക്കുവാനും ആളത്വപരമായ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുവാനും അവർക്ക് കഴിയുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കത്തിക്കളയുക, എന്താ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. സമയത്ത് നാം ഇറങ്ങിച്ചെന്ന് മനുഷ്യരെ ഉണ്ടാക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇപ്പോഴെങ്ങനെ? കർത്താവ് ഭൂമിയിലായിരിക്കുന്നു, പരിശുദ്ധാത്മാവ് സ്വർഗത്തിലായിരിക്കും. എന്നാൽ അതേസമയം തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതി ശിഷ്യന്മാർക്ക് കൈമാറുന്നു. കേട്ടോ, മനുഷ്യ ബുദ്ധിക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭൂമിയിലേക്ക് സർവ്വവ്യാപിയായി ആണത്വപരമായി പിതാവിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് എന്ന് കാണാൻ കഴിയും. ഇനി നിങ്ങളോട് വളരെ പുറമാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത്
അപ്പൊ വരുവാനുള്ള ഭാവി കാലത്ത് നിങ്ങളോട് അറിയിച്ചു തരുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട് അല്ലേ? ഭാവിയെ കുറിച്ച് പ്രവചനാത്മാവിൽ നമ്മളോട് സംസാരിക്കുവാൻ ബിഷപ്പന്മാരിൽ കൂടെ അല്ലെങ്കിൽ വചനത്തിൽ കൂടെ ഭാവിയെ കുറിച്ചുള്ള ആലോചനകൾ, പോകേണ്ട ഇടം, സംസാരിക്കേണ്ട വ്യക്തികൾ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ അല്ലേ, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും അല്ലേ? അവൻ സ്വയമായി സംസാരിക്കുന്നതല്ല, അവൻ താൻ കേൾക്കുന്നത് സംസാരിക്കും. അപ്പൊ അവൻ എവിടുന്നായിരിക്കും കേൾക്കുന്നത്? എവിടുന്നായിരിക്കും കേൾക്കുന്നത്? ആ തൃത്വത്തിൽ നിന്നായിരിക്കും കേൾക്കുന്നത്. പിതാവിൽ നിന്നാണ് കേൾക്കുന്നത്, പുത്രനിൽ നിന്നാണ് കേൾക്കുന്നത്. അവൻ സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള ഭാവി കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് അല്ലേ ഭയങ്കര ഡിമാൻഡ്? എന്തുകൊണ്ടാണ് ഡിമാൻഡ്? ഭാവി കാര്യം അറിയണം അല്ലേ? അവൻ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം, ഞാൻ എന്ന് അന്യഭാഷയിൽ സംസാരിക്കും അല്ലെ, എന്ന് പ്രവചിക്കും, എന്ന് ഏത് മാസം ഞാൻ രോഗികളെ സൗഖ്യമാക്കും, എന്ന് എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കഴിവ് ലഭിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ അടുത്ത് പ്രാർത്ഥിച്ച ആരെയും? തണുപ്പ് രാജ്യങ്ങളാണ് വിഷയം അല്ലേ? നമ്മുടെ എല്ലാം വിഷയം തണുപ്പ് രാജ്യങ്ങളാണ്. തണുപ്പ് രാജ്യങ്ങളിൽ കാശ്മീരൊക്കെ പെടും. പക്ഷെ തണുപ്പ് രാജ്യങ്ങളാണ് നമ്മുടെ വിഷയം. നമുക്ക് ഇവിടെ നമ്മുടെ ഭാവി എന്തായിരിക്കും? നമുക്ക് ഏത് സ്ഥലത്തേക്ക് പോകാൻ പറ്റും? നമ്മൾ അവിടെ പോയാൽ വിജയിക്കുമോ അതോ തിരിച്ചു വരുമോ? കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുമോ? നമ്മുടെ ജീവിതം എന്തായിത്തീരും? ഭാവി എന്തായിത്തീരും? 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ, 5 വർഷം കഴിഞ്ഞ് ഇവിടെ. ഇത് നമ്മുടെ ചിന്ത. തെറ്റില്ല, നല്ല കാര്യമാണ്. അത് പറഞ്ഞു തരാനും പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ ഭാവിയെക്കുറിച്ച് പ്രവചിക്കും. വരുവാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ശ്രദ്ധിക്കുക. വരുവാനുള്ള അറിയിച്ചു എത്ര സ്പഷ്ടമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആളത്തങ്ങളെ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. പ്രവൃത്തി പുസ്തകം ഇനി 13-ാം അധ്യായത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആളത്വത്തോട് ഉപമിച്ചിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് വചനങ്ങളൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒരു തണുപ്പായി, അല്ലെങ്കിൽ ഒരു ചൂടായി, ഒരു ഇലക്ട്രിസിറ്റിയായി, അല്ലെങ്കിൽ ഒരു ഷിവറിംഗ് ആയി, അല്ലെങ്കിൽ കൈക്ക് സ്പീഡ് കൈയടിക്കാനുള്ള ഒരു ബലമായി, അന്യഭാഷയായി, ആരാധിക്കുവാൻ ഒരു ശക്തിയായി മാത്രം വെളിപ്പെടുന്നവനല്ല പരിശുദ്ധാത്മാവ്. അവനൊരു പേഴ്സണാണ്, അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവനൊരു ആളത്വമുണ്ട്. തൃത്വത്തിൽ ഒരുവനാണ്, ആളത്വമുള്ള ദൈവമാണ്. എന്തുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് അറിയാമോ? പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ എന്താണ്? ബുദ്ധി പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ് അല്ലെ? വികാരം, കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെ, ചിരി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വികാരം അല്ലെ? ആ വികാരമുള്ള ആളത്വമാണ് പരിശുദ്ധ. ആലോചന, സംസാരിക്കണമെങ്കിൽ ആലോചന, ഡിസിഷൻ മേക്കർ, തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ബുദ്ധിയുണ്ട്, ആലോചിക്കാനുള്ള കഴിവുണ്ട്, കരയാനും ചിരിക്കാനും പറ്റും, സംസാരിക്കാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും, ആലോചന പറയാൻ പറ്റും. അതാണ് ഒരു പേഴ്സണാലിറ്റിക്ക് ഉള്ളത് അല്ലേ? അതേ ആളത്വമാണ് പരിശുദ്ധാത്മ ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൽ നിന്നായിരിക്കുമോ പറഞ്ഞത്? അവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുമോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ? അന്തരീക്ഷത്തിൽ നിന്നായിരിക്കുമോ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? ആയിരിക്കുന്നില്ല അല്ലേ? ഒരുപക്ഷെ അത്രയും പ്രാധാന്യമില്ല ഉള്ള പൗലോസും ബർന്നബാസും പത്രോസും എല്ലാം അടങ്ങിയ ആദിമ സഭയോടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസിയും കൂടെ ആയിരിക്കും പരിശുദ്ധാത്മാവ് പ്രവചിച്ച് പറഞ്ഞത്. പക്ഷെ അവർക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് പറഞ്ഞത് അല്ലേ? പൗലോസിനെയും ബർന്നബാസിനെയും, ശൗലെന്ന് അവിടെ എഴുതിയിരിക്കുന്ന പൗലോസിനെ കുറിച്ചാണ്. ശൗലിനെ ഈ ആദിമസഭ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ദമസ്കോസിന്റെ വടിവാതിൽക്കലേക്ക് പോയി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, ഇവിടെ ഉള്ള യെരുശലേമിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൂടാതെ എല്ലാവരെയും പീഡിപ്പിക്കണം, കൊല്ലണം എന്നുള്ള ദാഹത്തോടെ നടന്നതുകൊണ്ട് ഇവര് ബർന്നബാസ് പൗലോസിനെ പരിചയപ്പെടുത്തുമ്പോഴും ആദിമസഭയ്ക്ക് പൗലോസിനെ സ്വീകരിക്കുവാൻ, ശൗലിനെ സ്വീകരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? കൊല്ലാനാണ്. നമ്മളൊരു പ്രാവശ്യം ഇവിടെ ഇങ്ങനെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബംഗാളി ആരുടെ കയറി വന്നു അല്ലേ? പിന്നെ എല്ലാവരുടെ ശ്രദ്ധ പുള്ളിയിലേക്കാണ്. പിന്നെ എണ്ണീക്കും അടിക്കും. അപ്പൊ പുള്ളി ചെറിയൊരു അല്ലേ കൈകാലുകളുടെ ഒരു വ്യത്യാസമൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യും. നടക്കുന്നു, എണ്ണീക്കുന്നു, അടങ്ങി വെച്ചിട്ട് ഇങ്ങനെ മുറുക്കുന്നു. അപ്പൊ നമ്മൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞായിട്ട് എനിക്ക് മനസ്സിലായി. എന്റെ ശ്രദ്ധ തിരിഞ്ഞു
അല്ലേ? എന്താ ചെയ്യാൻ പോകുന്നേ? അപ്പോ അടിക്കാൻ പോവാണോ, അല്ല ബോംബ് എന്റെ കയ്യിലുണ്ട് എറിയാൻ പോവാണോ ഒന്നും അറിയത്തില്ല, അല്ലേ? അപ്പോൾ അതുപോലെ ഈ ശൗന്യ അവർക്ക് ഭയമായിരുന്നു. ഇവന്റെ കയ്യിൽ എന്തോ അതിന് കൊണ്ടോ ഇനി, അല്ലേ? ഇവൻ ആദിമസഭയെ ആക്രമിച്ചവനാണ്, അതുകൊണ്ട് ഈ നമ്മുടെ സഭയെ ആക്രമിച്ചൊന്നൊക്കെ ഭയം അവിടെ അകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ പിടിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കാൻ പറ്റുമോ, അല്ലേ? ഇന്നലെ വരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊന്നവനെ, സ്തേഫാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചവനെ, അതായത് അവന്റെ വസ്ത്രം മേടിച്ച് കൈവച്ചിട്ട് അവനെ എറിഞ്ഞ് കൊല്ലുന്നത് കണ്ട് ചിരിച്ചോണ്ട് നിന്നവനെ ദൈവസഭ അംഗീകരിക്കൂ? ഇല്ല, പേടിയായിപ്പോയി, ഭയമായിപ്പോയി. പക്ഷെങ്കിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. എന്ത്? ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. അവിടെ വലിയൊരു മർമ്മം കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഹിസ്റ്ററി എത്ര ഹല്ലേലൂയ അടപ്പതിച്ചതാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ വേർതിരിച്ചാൽ ഒരു സെക്കൻഡിൽ സാഹചര്യങ്ങളെല്ലാം മാറും, അഭിപ്രായങ്ങളെല്ലാം മാറും, ഭയങ്ങളെല്ലാം മാറും. ആദിമസഭ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അവരെ തെരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവ് ഇന്നലെ വരെ ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത വഴിയിൽ നടന്ന ഒരുത്തനെ വേർതിരിച്ച് ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കുകയാ. ഇത് പരിശുദ്ധാത്മാവിന്റെ സംസാരമാണ്. പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിലും നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ കഴിയും. ഇന്ന് രാത്രിയിലും നമുക്ക് ആവശ്യമാകുന്ന ആലോചന തരുവാൻ പരിശുദ്ധാത്മാവ് ആളത്വമായി നമ്മുടെ നടുവിലുണ്ട്. പ്രവർത്തികൾ 10:20 ചെല്ലുമ്പോൾ അവിടെ പത്രോസ് സംസാരിച്ച ചില ഭാഗങ്ങൾ നമുക്കറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരിക്കാതെ പോകുന്നത്. അവിടെ എല്ലാം ഈ ഉത്തമ പുരുഷ സർവനാമം, അതായത് മലയാളത്തില് പണ്ട് നിങ്ങൾ വ്യാകരണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലേ അത് മനസ്സിലാവും, അല്ലേ? ചില പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇത് കേകയായിട്ട് അങ്ങനത്തെ പഴഞ്ചൊല്ലുകളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഉത്തമ പുരുഷ സർവനാമം കേട്ടിട്ടുണ്ട്. പണ്ട് പഠിച്ച ഉത്തമ പുരുഷ സർവനാമത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവരെ എനിക്ക് വേലയ്ക്കായി വേർതിരിപ്പീൻ, അളത്വം എന്നുള്ള പദം അവിടെ വരുന്നത്. പ്രവർത്തികൾ 10:20 നമുക്ക് വീണ്ടും അതേ കാണാൻ കഴിയും. ആത്മാവ് പത്രോസിനോട്, അവിടെ ഒരു വ്യക്തിയാണോ ഇടപെട്ടത് അല്ലെങ്കിൽ ഒരു ശബ്ദമായിട്ടാണോ ഇടപെട്ടത് നമുക്കറിയത്തില്ല. പക്ഷെ പത്രോസിനോട് ആത്മാവ് സംസാരിക്കുക. എന്താ? 3 പുരുഷന്മാർ എന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകുന്നത് കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോവുക. പത്രോസിന്റെ കൂടെയുള്ള ഏതെങ്കിലും ബാല്യക്കാരന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടായിട്ട് അവൻ പറഞ്ഞതാണോ നമുക്ക് അറിയത്തില്ല, അതല്ലെങ്കിൽ ഒരു ശബ്ദമായി താൻ കേട്ടതാണോ അറിയത്തില്ല. എന്തായാലും പരിശുദ്ധാത്മാവാണ് അവനോട്. ആത്മാവ് എന്നുള്ള പദം അവിടെ എഴുതിയിരിക്കുന്നു. ഉത്തമ പുരുഷ സർവനാമം ആ പദത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ എന്നുള്ള പദത്തിൽ, കാരിസ് എന്നുള്ള പദത്തിൽ, അത് ശക്തിയല്ല, ഒരു ആളത്വമായി സംസാരിക്കുന്ന ശബ്ദമാണ് അവൻ കണ്ടത്. 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നത്, ഇറങ്ങിച്ചെല്ലുക, ഞാനാണ് അവരെ അയച്ചത്, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവുക. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ ചിന്തിച്ചുള്ള ഭാഗങ്ങളാണ്. 16-6-7 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വരാം. അവിടെ പരിശുദ്ധാത്മാവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വിലക്കി, അല്ലേ? വിലക്കി. പ്രസംഗിക്കാൻ ആഗ്രഹത്തോടെ പോയ സ്ഥലത്ത് പ്രസംഗിക്കണ്ടെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ സീൽ വചനം പ്രസംഗിക്കരുത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ലുദ്യയിലും എന്നാ വേറെ സ്ഥലം പിടിക്കാം, വേറെ സ്ഥലത്തേക്ക് പോയി ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച മിഥുനയ്ക്ക് പോയി. എന്നാൽ യേശുവിന്റെ ആത്മാവ്, വിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിക്കാത്ത ഒരാള്, അല്ലേ? പോണ്ട എന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത ഒരാൾ, അല്ലേ? അങ്ങനെ നമ്മളോട് പറയുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യരുത്, പോകരുത് എന്ന് സംസാരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആരും ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ശബ്ദം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുത്, പോകരുത്, കാണരുത്, നോക്കരുത്, അല്ലേ? സമ്മതിക്കത്തില്ല ചിലത്. പരിശുദ്ധാത്മാവ് അവിടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ്, വിശുദ്ധിയിൽ നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന്
നമ്മളെക്കാൾ പ്രാധാന്യവും ചിന്തയും ആർക്കുണ്ട്? ദൈവത്തിന്റെ ആത്മാവിനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അതായത് നമ്മൾ പഠിച്ചതാ പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങി വന്നതുപോലെ, ശലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങി വന്നതുപോലെ, യഹോവയുടെ പെട്ടകത്തിൽ ഇറങ്ങി വന്നതുപോലെ, സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയതുപോലെ ഈ മന്ദിരത്തിൽ ആത്മാവ് വസിക്കുകയാണ്. ഹല്ലേലൂയ. അത് അശുദ്ധമാക്കുവാൻ നമ്മളെക്കാൾ അശുദ്ധമാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മൾ വസിക്കുക. അവനാണ് നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്, കാണരുത്, അല്ലേ? രാത്രി 12 മണിയായി, മൊബൈൽ ഓഫ് ആയി, കിടക്ക. ഒരു മണിയായിട്ട് നിർത്തിയില്ലെങ്കിലും ഒരാൾ ആര്, ഭാര്യ ഭർത്താവ് അല്ല പിള്ളേരല്ല, വേറെ ആരോ സംസാരിക്കണം. ഓഫി കിടക്ക, ആരാ? ശുദ്ധാത്മാവാ. മതി, നിർത്ത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡിയോ കാര്യങ്ങളോ കണ്ടോണ്ടിരിക്കുമ്പോൾ അല്ലോ പറയും മാറ്റ്, യൂട്യൂബ് ഉണ്ട്, അതിനകത്തൊരു പ്രസംഗം കേൾക്ക്. ആരാ സംസാരിക്കുന്നത്? ശുദ്ധാത്മാവാ. അപ്പൊ നമ്മളെ എവിടെ വിശുദ്ധിയിലേക്ക് നയിക്കണമെന്ന്, നമ്മുടെ വിശുദ്ധ മന്ദിരമായി നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് നമ്മളെക്കാൾ പ്രാധാന്യത്തോടെ ഒരാളത്തെ നമ്മളിൽ വസിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവന്റെ ഓർമ്മപ്പെടുത്തലുകൾ, അവന്റെ ഇടപെടലുകൾ, അവൻ സമ്മതിക്കാതെ പിടിക്കുന്ന ചില വഴികൾ, ഇന്ന വഴികളിൽ പോകരുത്, ഒരു പിടിക്കുന്ന ഒരനുഭവം, യാത്ര ചെയ്യരുത്, പോകരുത്, കാണരുത്, അല്ലേ? സമ്മതിക്കാത്ത പരിശുദ്ധ. എന്നാൽ സമ്മതിച്ചില്ല, അല്ലേ? 16:6 വായിച്ചു. ഓക്കെ, ഇനി അപ്പോൾ ആണത്വത്തിന്റെ പ്രത്യേകത, പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത ഒന്ന് നമ്മൾ പറഞ്ഞു. സംസാരിക്കുവാനുള്ള കഴിവ്. ഒരു ശക്തിക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ലേ? ശക്തി സംസാരിക്കും ഇല്ല. വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, പേഴ്സണാലിറ്റിക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ആളത്വത്തിൽ നിന്നുകൊണ്ടുള്ള വ്യക്തിത്വത്തിനെ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മ സംസാരിക്കാൻ കഴിയുന്ന നാം ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനിയും വിഷമിക്കാൻ കഴിയുമോ പരിശുദ്ധാത്മാവിന്? പറ്റുമോ? ദുഃഖിക്കാൻ കഴിയുമോ? കഴിയും. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താ പറയാവുന്ന വാക്യം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ എന്ന് പറയും. അതിനാലല്ലോ അതിനാലല്ലോ എന്നാണോ അതോ അവനാലല്ലോ എന്നാണോ? അവനാലല്ലോ. അവിടെ വ്യക്തി ആളത്വം എന്നുള്ള പദത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ശക്തിയായിട്ടല്ല, അവൻ എന്നുള്ള പദത്തിലാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും, അല്ലേ? ദുഃഖിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഈ നമ്മെ ഓർമ്മപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? ചെയ്യരുത്, കാണരുത്. അപ്പൊ ചെയ്യരുത് പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആരാ ദുഃഖിക്കുന്നത്? ശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നമ്മളോട് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അത് ചെയ്യരുത്, അവിടെ പോകരുത്, അത് കാണരുത് എന്ന് പറയുമ്പോൾ ആ ഇൻസ്ട്രക്ഷനെ അനുസരിക്കാത്ത, ആ ആളത്വത്തിന്റെ ഇൻസ്ട്രക്ഷനെ അനുസരിക്കാത്ത ഒരാൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാടിനാദ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല പ്രാവശ്യമേ അഡ്വാൻസ് എന്നുള്ള പദം അവിടെ എഴുതിയിരിക്കുന്നത്, മുദ്രയിട്ട് അഡ്വാൻസ്. ഇപ്പൊ ഞാനൊരു സ്ഥലം മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ നാട്ടിലോട്ട് പോവുകയാണ്, എനിക്ക് ആ സ്ഥലം മേടിക്കാൻ പെട്ടെന്ന് 80 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ 80 ലക്ഷം രൂപ എനിക്ക് കയ്യിൽ എടുക്കാനായിട്ടില്ല. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറയും, എനിക്ക് എന്റെ പരിചയമുള്ള ആളാ, ഞാൻ മേടിക്കാൻ പോലെ ഉദാഹരണം. അപ്പോൾ 80 ലക്ഷം രൂപ മേടിക്കാൻ ഞാൻ ചിന്തിക്കരുത്. അപ്പോൾ മേടിക്കാൻ ഇപ്പൊ ഞാൻ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പൊ എന്റെ പെട്ടെന്ന് 80 ലക്ഷം എടുക്കാനില്ല. അപ്പൊ ഞാൻ ഇത് ഒരു 10 ലക്ഷം രൂപ, എന്റെ സ്നേഹിതൻ ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ പറയും, അപ്പൊ ഞാൻ ഇപ്പൊ 10 ലക്ഷം നിനക്ക് തരാം, ഞാൻ ഈ ബാക്കി എമൗണ്ട് ഞാൻ പതിയെ അടച്ചോളാം, എന്തേലും നിനക്ക് തന്ന ഞാൻ പൂർണ്ണമായിട്ട് അത് സ്വീകരിക്കാമെന്ന് പറയും. അവൻ അത് എഗ്രി ചെയ്യും. അതിനെ അഡ്വാൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെയാണ് പരിശുദ്ധാത്മാ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിനുള്ളവരാണ്. നമ്മൾ ഈ രാജ്യക്കാരല്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങി, ഒരു വില കൊടുത്ത് നമ്മളെ വാങ്ങി. ആ വില എന്താ? നിങ്ങൾ പറ. ഒരു വില കൊടുത്ത് നമ്മളെ വാങ്ങി. ആ വില എന്താ? യേശുവിന്റെ രക്തം, അല്ലെ? യേശുവിനെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, അല്ലേ? ഇതൊരു പരിശുദ്ധാത്മാവിൽ നമ്മെ സീൽ ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുക. ഇത് എന്റെ അവകാശമാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അതിന് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് തന്നിരിക്കുക പരിശുദ്ധാത്മാവ്. നീ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, നീ ഈ ഭൂമിയിലാണ് കഴിയുന്നത്, ഈ ലോകത്തിലുള്ളവരോടൊക്കെ നീ സഞ്ചരിക്കുന്നത്. ലോകത്തിലുള്ളവരൊന്നും മാറിപ്പോകാൻ നമുക്ക് പറ്റത്തില്ല. അതേ കമ്പനിയിൽ പോകണം, അതേ ആൾക്കാരുമായി സഹകരിക്കണം, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. നീ സഞ്ചരിക്കുന്നത് പാപം നിറഞ്ഞ ലോകത്തിലാണ്. പക്ഷെ നിന്നെ ആരോ വില കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുക. സന്തോഷമില്ലേ?
ഹല്ലേലൂയ. നിനക്കൊരു അഡ്വാൻസ് നൽകി നിന്നെ വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നിന്നെ വില കൊടുത്ത് വാങ്ങിയത് കർത്താവാണെങ്കിൽ അഡ്വാൻസ് എന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നിനക്ക് ഒരു നാളിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഇന്ന് ഭൂമിയിൽ ആരാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ നിനക്ക് ആരാധിക്കുവാൻ കഴിയും. ആ നാൾ വരെ നിന്നെ വിലക്ക് വാങ്ങി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് സീൽ ചെയ്തിരിക്കുകയാണ്. അവനാൽ നാം മുദ്രയിട്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ദൈവം ആത്മാവാകുന്നു. ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ പറയാം, ഇത്ര നേരം പറഞ്ഞു പേഴ്സണാലിറ്റി ആളത്തുള്ളവന് കണ്ടുപിടിക്കുന്ന ദൈവം ആത്മാവാകുന്നു. അതാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഒരേ സമയം ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അളത്വരമായി പ്രവർത്തിക്കുവാനും സാരാംശത്തിൽ ഏകത്വമായിരിക്കുന്ന ദൈവത്തിന് കഴിയും. എന്നാൽ ഇവിടെ ആത്മാവ് എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമ. ആ ന്യൂമ എന്ന അതേ പദം തന്നെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു എന്ന അതേ പദം ന്യൂമ എന്ന പദം തന്നെ പരിശുദ്ധാത്മാവ് എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ക്രിയാശക്തി അല്ലെങ്കിൽ ദൈവം ആത്മാവാണെന്ന് പറഞ്ഞ അതേ പദം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ന്യൂമ എന്നുള്ള പദം. ഇനി 1 കൊരിന്ത്യർ 3:16 വാക്യം ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 3:16 നമ്മൾ ചിന്തിച്ച കാര്യം തന്നെയാണ്. 1 കൊരിന്ത്യർ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം വന്നു അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? വേറൊരാൾ നമ്മളെ കത്തിയെടുത്ത് കുത്തുന്നു അല്ലെ? നമ്മുടെ മന്ദിരത്തെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് അല്ലെ? നമ്മളെ പുറത്തുനിന്ന് ഒരാൾ കയറി ആക്രമിക്കുന്നു എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരത്തെ ദുഃഖിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആക്രമിക്കുന്നതും ആരാ? നമ്മൾ തന്നെ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ ആര് വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നാം പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? ആ ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി പ്രവർത്തനങ്ങളുടെ പുസ്തകം 5:3-4 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രവർത്തനങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-4. അവിടെ തുടങ്ങുമ്പോ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവിനോട് എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം എന്നാ പറയുന്നത്. അനന്യാസിനോട് പറയുമ്പോൾ എന്താ പറയുന്നത്? നീ ദൈവത്തോടത്രേ കണ്ടോ? അപ്പോൾ ഒരേ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറയുമ്പോൾ അനന്യാസിനോട് പറയുന്നത് നിങ്ങൾ ദൈവത്തോടാണ് ഈ വ്യാജം കാണിച്ചത്. അപ്പോൾ പിതാവായ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ന്യൂമ എന്ന ആത്മാവെന്ന അതേ പദം തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിതാവിന് ഉപയോഗിച്ചിരിക്കുന്ന ന്യൂമ ആത്മാവെന്ന അതേ പദം തന്നെ പരിശുദ്ധാത്മാവിനെ തുല്യതയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആളത്വം പോലെ തന്നെ ദൈവത്തിന്റെ ആളത്വത്തിനും സെയിം പ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പോൾ ആദ്യം 3 തൊട്ടുള്ള വാക്യം ഒന്നുകൂടെ വായിച്ചേ. പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനോടെന്നാണ് അല്ലെ? അടുത്ത പദത്തിൽ താഴേക്ക് വരുമെന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തോടത്രേ, മനുഷ്യരോടല്ല. ദൈവത്തോടത്രേ. പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് പത്രോസിന്റെ അഭിഷേകത്തിൽ നിന്നുള്ള ശബ്ദം പുറപ്പെടുകയാണ് അല്ലെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ്, പരിശുദ്ധാത്മ പൂർണ്ണനായിട്ടാണ് പത്രോസ് അത് സംസാരിക്കുന്നത്. കാരണം അല്ലെ, നിരത്തിന് വിലയെ കുറെ എടുത്ത് വെച്ചത് എന്തിനു ചോദിക്കുമ്പോഴേ ഒരാൾ മറിഞ്ഞു വീണ് മരിക്കണമെങ്കിൽ അല്ലേ? ഇനിയും അവളെ അവനെ കൊണ്ടുപോയവളുടെ കാൽ അല്ലേ വാതിക്കൽ നിൽക്കുന്ന അവർ നിന്നെ കൊണ്ടുപോകും. അപ്പോഴേ പറഞ്ഞപ്പോഴേ അവർ മരിച്ചു അല്ലേ? അപ്പൊ രണ്ടുപേരെ മരണത്തിലെ ആദിമസഭയ്ക്ക് വലിയ ഭയം ഉണ്ടാക്കിയ ഒരു കാര്യം ഇത്. അവരൊരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലേ? പക്ഷെ ആദിമസഭയ്ക്ക് ഭയങ്കര ഭയമായി പോയി. കാരണം പത്രോസിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി അല്ലെങ്കിൽ ആ പദത്തിന്റെ ശക്തി അത്ര ഗൗരവമുള്ളതായിരുന്നു, പ്രാധാന്യമുള്ളതായിരുന്നു. ഒരു മനുഷ്യന്റെ പ്രാണനെ
എടുക്കത്തക്ക രീതിയിലുള്ള പവർ ആ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ് സംസാരിക്കുന്നതാണ് കഴിയുന്നത്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് വ്യാജമെന്നും ദൈവത്തോട് വ്യാജമെന്നും. പരിശുദ്ധാത്മാവ് തന്നെ ദൈവമെന്നുള്ള ചിന്തയിലേക്ക്, അതേ ന്യൂമ എന്നുള്ള പദത്തിലേക്ക് പത്രോസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ കണ്ടുള്ള ദിവസം അടച്ചാട്ടെ. കേരളത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് കേൾപ്പിക്കാം. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാകും ഇന്ന് രാത്രി നാം ചിന്തിച്ചത്. നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. പുതിയ നിയമസഭയിലെ ദൈവത്തിന്റെ മന്ദിരം നമ്മളുടെ ശരീരമാണ്. പഴയ നിയമത്തിൽ പല